കോഴിക്കോട് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളൊരു ജനകീയ സമരം കാണുന്നുണ്ടായിരുന്നു. ചേളന്നൂരാണ്. അവിടെ പോഴിക്കാവിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ജനകീയ സമരം. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. മണ്ണെടുക്കാൻ വന്ന ലോറിയൊക്കെ ജനങ്ങൾ തടഞ്ഞു. ആദ്യം പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് പോലീസ് ഒന്ന് മയപ്പെട്ടു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തി. ജനകീയ സമര സമിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം തന്നെയാണ് അത് താൽക്കാലികമായെങ്കിലും അത് നിർത്താനായി എന്നുള്ളത്. നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണിത്. കുന്നിടിച്ച് മണ്ണ് നീക്കുന്നത് തടഞ്ഞ നാട്ടുകാരെ അതിക്രൂരമായിട്ടായിരുന്നു പോലീസ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിലൂടെയൊക്കെ ആളുകളെ വലിച്ചിഴക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. സ്ത്രീകളെ ബൂട്ടിട്ട് ചവിട്ടി എന്നുള്ള പരാതിയും നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത വാർഡ് മെമ്പറെ അടക്കം പിന്നീട് ഈ ഒരു സമവായത്തിലേക്ക് എത്തിയതിന് പിന്നാലെ വിട്ടയച്ചിട്ടുണ്ട്. രാഹുൽ KV തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാട്ടുകാരുടെ പ്രതിഷേധം ഏതായാലും വിജയിച്ചിരിക്കുകയാണ്. പോഴിക്കാവ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായിട്ടുണ്ട്. സമരസമിതി പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ അടക്കം നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുള്ളത്. ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. അതിനുശേഷമാണ് ഇനി തുടർന്ന് മുന്നോട്ടെങ്ങനെ പോകണമെന്ന കാര്യത്തിൽ തീരുമാനമോ ഉണ്ടാവുക. അതിക്രൂരമായ പോലീസ് നടപടിയാണ് രാവിലേക്ക് ഉണ്ടായത്. സമരം ചെയ്തവരെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. നിലത്തിരുന്ന് പ്രതിഷേധിച്ചവരെ ചവിട്ടി. 4 സ്ത്രീകൾക്ക് പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഒപ്പം സ്ത്രീകളെയും പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരെയും ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിരുന്നത്. അവരെയൊക്കെ ഏതായാലും ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. കേസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന ഉറപ്പും പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണോ? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഷർട്ടൊക്കെ കീറിയതാ? ഷർട്ട് കീറിയ പിന്നെ കൊളറ ഫുള്ള് അടിച്ച് ഇതാക്കി. പോലീസിന് മാരകമായിട്ടുള്ള അക്രമം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പോയിക്കൊണ്ടുന്നത്. ചില സംഭവം നിയമപരവസ്ഥയായിരിക്കും കാര്യങ്ങളൊക്കെ ഒരുക്കണം. പക്ഷെ എന്നാലും സ്ത്രീകളെ വരെ ആക്രമിക്കുക പറയുമ്പോൾ ബൂട്ടിട്ട കാര്യം ചവിട്ടി വിഷ്വൽസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ അവരെ ആക്രമിച്ച് ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം തന്നെ പോകാം, വിട്ടുകൊടുക്കൂല. മാർച്ച് മുതലാണ് ഈ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് തുടങ്ങിയത്. അതിനുശേഷം പല തവണകളിലായി സമരം നാട്ടുകാർ നടത്തി. പിന്നീട് പോലീസ് ഇടപെട്ടൊക്കെ സമരം നിർത്തിച്ചതാണ്. ഏതായാലും ഇന്ന് അവർ കൂടുതൽ സംഘടിച്ച് വാഹനങ്ങൾ തടഞ്ഞു വെച്ച് മണ്ണെടുക്കുന്നത് ഏതായാലും നിർത്തിയിട്ടുണ്ട്. സമാധാനമായില്ല. എന്നാലും സമാധാനമായി എന്ന് പറയാൻ പറ്റൂല. ഇതിപ്പോ ഇതുപോലെ തന്നെ നിന്ന് പോകുന്നതല്ലേ. ഓരോ പ്രാവശ്യവും വരും, പിന്നെയും വരും, മണ്ണെടുക്കും. ഇതിപ്പോ എന്താണെന്നറിയില്ല. മണ്ണുള്ള ലോറിയും കൊണ്ടുപോയിട്ടുണ്ട്, ബാക്കിയുള്ള ലോറി ആ JCB കൂടി കൊണ്ടുപോയാൽ കുറച്ച് സമാധാനം. നിങ്ങളെ ഇവിടെ തന്നെ തുടരുകയാണോ? തുടരും. എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു സമാധാനപരമായ ഒരു ഇത് കിട്ടി. എന്താ വെച്ചാൽ ഒരു നിർത്തി വെച്ചല്ലോ. ഇനി ഇതുപോലെ ഒരു വരിക എങ്ങനെയാ? ഞങ്ങളെ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോയ സമയത്ത് അന്നേരം ഒരു 11 മണിക്ക് എസ്കോർട്ടായിട്ട് വരും. സഹോദരങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ നിർത്തും. അങ്ങനെ ഒരു സംഭവം ഇനി ഇല്ലാതിരിക്കണം ഇവിടെ. എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് മുൻകരുതലും എടുക്കണം. എന്താ വെച്ചാൽ ഇനി ഒരു വരില്ല. എന്താ ഞങ്ങൾക്കൊരു സൂചന കിട്ടാതെ വന്നതാണല്ലോ. ഇവര് വിചാരിക്കുന്നത് 2-3 വണ്ടി പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഈ ജനങ്ങൾ വയ്യോട്ട് നിൽക്കുന്ന. ഞങ്ങൾ ഒരിക്കലും വയ്യോട്ട് നിൽക്കൂല, മുന്നോട്ട് തന്നെ പോകും. അടിയൊക്കെ കൊണ്ടോ? അടി കൈയൊക്കെ വേദന ഉണ്ട്. പിടിവലി 3 ആള് കൂടി വളഞ്ഞിട്ട് പിടിച്ചാളിന്. വനിതാ പോലീസ് ഇല്ലാണ്ട് അതിന് പോയതാണ്. ഞാൻ പറഞ്ഞ വനിതാ പോലീസ് വന്നിട്ടേ ജീപ്പ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ വനിതാ പോലീസ് വന്നേരം ജീപ്പ് എടുത്തു പോയി. എന്തായാലും ഞങ്ങൾ ചെയ്ത ഇതിനൊരു വിജയം കണ്ടല്ലോ, അതുകൊണ്ട് സന്തോഷം. ഇന്നലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന് മണ്ണിങ്ങനെ കൊണ്ടുപോവുക. ഞങ്ങൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമായി പോയി. അത് എന്തായാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് മണ്ണിങ്ങനെ കൊണ്ടുപോകുന്നില്ല. എന്തായാലും മണ്ണ് നിർത്തി വെച്ച് ഇനി ഒരു തരി മണ്ണ് ഞങ്ങൾ എടുക്കാൻ സമ്മതിക്കില്ല. ഇനി ജിയോളജി വിഭാഗത്തിന്റെ പരിശോധനയുണ്ട് സ്ഥലത്ത്. ഏതായാലും ആ പരിശോധന നടത്തിയാലും മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. ഇനി ഒരു തരി മണ്ണ് പോലും എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. പോരല്ലേ? അതെ.